ക്രൂട്ടൺ സഞ്ചാരികൾ ഇന്ന് ബഹിരാകാശ നിലയത്തിലെത്തും. ഇന്ത്യൻ സമയം രാവിലെ 9:13 ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിൽ ഘടിപ്പിക്കുക. 10:35 4 ബഹിരാകാശ സഞ്ചാരികൾ നിലയത്തിനകത്തേക്ക് പ്രവേശിക്കും. സുനിത വില്യംസ് ഉൾപ്പെടെയുള്ളവർ പുതിയ സംഘത്തെ സ്വീകരിക്കും. സംസ്ഥാനത്ത് വിവിധ പഞ്ചായത്ത് ഓഫീസുകൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കും. പോത്താനിക്കാട് പഞ്ചായത്തും വാകത്താനം പഞ്ചായത്തും തുറന്ന് പ്രവർത്തിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. നികുതി സ്വീകരിക്കാനാണ് നടപടി. ആറാമത് ഇരിങ്ങാലക്കുട അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഞായറാഴ്ച കൊടിയിറങ്ങും. മേളയുടെ ഭാഗമായി ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി ഏർപ്പെടുത്തിയ നവാഗത സംവിധായകനുള്ള CR കേശവൻ വൈദ്യർ മെമ്മോറിയൽ പുരസ്കാരം വിക്ടോറിയ എന്ന ചിത്രത്തിന്റെ സംവിധായിക J ശിവരഞ്ജിനിക്ക് സമ്മാനിക്കും. റിട്ടയർഡ് ചീഫ് സെക്രട്ടറി K ജയകുമാർ, ഡോക്ടർ CG രാജേന്ദ്ര ബാബു, CS വെങ്കടേശ്വരൻ എന്നിവർ അടങ്ങുന്ന ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. കണ്ണൂർ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഞായറാഴ്ച ക്ഷേത്രത്തിൽ പഞ്ചാരിമേളം അരങ്ങേറും. കാൽനൂറ്റാണ്ടായി തലശ്ശേരി തിരുവങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന സോപാനം വാദ്യ കലാലയത്തിലെ കലാകാരന്മാരാണ് പഞ്ചാരിമേളം നടത്തുന്നത്. രാവിലെ ആണ് ക്ഷേത്ര പരിസരത്ത് മേളം. ചെറുതാഴം രാജീവ് മാരാരുടെ നേതൃത്വത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 2 സ്ത്രീകളും 11 വിദ്യാർത്ഥികളും അടങ്ങിയ സംഘത്തിൽ 50ഓളം കലാകാരന്മാർ അണിനിരക്കും. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ സംഘടിപ്പിച്ച കലാമേളയ്ക്ക് ഇന്ന് തുടക്കമാകും. വർണ്ണപ്പകിട്ട് എന്ന പേരിലുള്ള കലാമേള നാളെ സമാപിക്കും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. തിരുവനന്തപുരം കല്ലറ കുറുമ്പയം ആയിരവില്ലി ക്ഷേത്രത്തിലെ 10ാമത് പ്രതിഷ്ഠാ വാർഷികവും ചോദ്യോത്സവവും ഇന്നു മുതൽ. അന്നദാനവും കലാപരിപാടികളും നടക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഉത്സവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ഇന്ന് ഇന്ത്യയിലെത്തും. വ്യാഴാഴ്ച വരെയാണ് സന്ദർശനം. നാളെ മോദിയുമായും രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും ലക്സൺ കൂടിക്കാഴ്ച നടത്തും. ലക്സന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത്. വനം വകുപ്പിന്റെ നിലപാടുകൾക്കെതിരെ കേരള ഇൻഡിപെൻഡന്റ് ഫാമേഴ്സ് അസോസിയേഷൻ കിഫ സംഘടിപ്പിക്കുന്ന സമരപഥം ഇന്ന് 4:30 ചെക്കിട്ടപ്പാറ അങ്ങാടിയിലാണ് പരിപാടി. യോഗത്തിൽ വെച്ച് വനത്തിന് വെളിയിൽ റവന്യൂ ഭൂമിയിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെക്കാൻ ഐക്യകണ്ഠേന തീരുമാനമെടുത്ത ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരെയും ആദരിക്കും. പാലാ ജനകീയ സമിതി അഖില കേരള വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഇന്നു മുതൽ 23 വരെ കൊല്ലപ്പള്ളി പഞ്ചായത്ത് ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ 10 പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കും. അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ലീഗിൽ ഇന്ന് കലാശപ്പോര്. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ഫൈനൽ റായ്പൂരിലെ ഷഹീദ് വീർ നാരായൺ സിംഗ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കും. ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇന്ത്യ മാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ. ഇന്ന് വെംബ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കരാബാവോ കപ്പ് ഫൈനലിൽ ലിവർപൂളും ന്യൂകാസിൽ യുണൈറ്റഡും തമ്മിൽ ഏറ്റുമുട്ടും. നിലവിൽ പ്രീമിയർ ലീഗിൽ മുന്നിട്ട് നിൽക്കുന്ന ലിവർപൂൾ ആർനെ സ്ലോട്ടിന് കീഴിലെ ആദ്യ കിരീടമാണ് ലക്ഷ്യമിടുന്നത്.